അമ്പരചുംബികളായ അമ്പരപ്പിക്കുന്ന കെട്ടിടങ്ങൾ, ഇതിന് നടുവിൽ നിന്ന് മറുനാടും മലയാള നാടിനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ഈ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മറുനാടും മലയാള നാടും. എല്ലാവർക്കും സ്വാഗതം. ഒരാളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ പ്രഥമ ദൃഷ്ടിയ നമ്മളെ ആകർഷിക്കുന്നത് അയാളുടെ നിരന്ന പല്ലുകൾ കാട്ടിയുള്ള അല്ലെങ്കിൽ മനോഹരമായ ഒരു പുഞ്ചിരിയാണ്. ആ നിരന്ന പല്ലുകൾ, ആ ദന്തങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, ദന്തരോഗങ്ങളിൽ നിന്ന് എങ്ങനെ തടയാം, ഇതൊക്കെ നമ്മോട് സംസാരിക്കാൻ ശ്രീ ഷാൽജി ശ്രീനിവാസൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം അബുദാബിയിൽ സ്മൈൽ റൈറ്റ് ഡെന്റൽ കെയർ എന്ന സ്ഥാപനം നടത്തുന്നു. ദന്ത സംരക്ഷണത്തിനും ദന്ത സൗന്ദര്യ സംരക്ഷണത്തിനും എത്രമാത്രം സൗകര്യപ്രദമായ ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താമോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ക്ലിനിക്കിൽ അദ്ദേഹം സജ്ജമാക്കിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് ദന്തരോഗങ്ങളെക്കുറിച്ചും ദന്ത സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ വിശദമായി സംസാരിക്കുന്നു. എൻ്റെ പേര് ഡോക്ടർ ഷെൽജി ശ്രീനിവാസൻ. എൻ്റെ സ്വദേശം ചാവക്കാടാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. വൈഫും 2 കുട്ടികളുമുണ്ട്. വൈഫ് ഡെൻറ്റിസ്റ്റാണ്. ഞാൻ ഇവിടെയാണ് പഠിച്ചു വളർന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡെൻറ്റൽ ട്രെയിനിങ് ചെയ്തത് KMC കസ്തൂർബ മെഡിക്കൽ കോളേജ് മാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ ഓർത്തഡോണ്ടിക്സ് ഞാൻ ചെയ്തത് ഫിൻലൻഡിൽ വെച്ചിട്ടാണ്. After 2 years of training, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു ആൻഡ് സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ എ പ്രൈവറ്റ് ക്ലിനിക്, ഡോക്ടർ മുനീർ സിൽവാദീസ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്തു. ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ അബുദാബിയുടെ കീഴിൽ അബുദാബി ഡെൻറ്റൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്കിലായിരുന്നു. 7 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അഡ്നോക്കിൻ്റെ ഹോസ്പിറ്റൽ ഒരു 7 years അഗെയിൻ കണ്ടിന്യൂ ചെയ്തു അവിടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്മൈൽ റൈറ്റ് ഡെന്റൽ കെയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി 2.5 months ബാക്ക്. സ്മൈൽ റൈറ്റ് ഡെന്റൽ കെയർ ഖലീഫ സിറ്റി A എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ്. ഖലീഫ സിറ്റി A എന്ന് പറഞ്ഞാൽ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു സ്മോൾ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ടച്ച് ചെയ്യുന്ന ഓരോ പാർട്സും ചെയറിൻ്റെ ആയാലോ ഇറ്റ്സ് ഓൾ കവേർഡ് ബൈ ബാരിയർ ഫിലിം. ഈ ബാരിയർ ഫിലിം നമ്മൾ ഓരോ പേഷ്യൻ്റ് കൂടുമ്പോഴും മാറ്റുന്നുണ്ട്. എവറി ആസ്പെക്ട് യു ക്യാൻ സി ഇറ്റ്സ് ഓൾ കവേർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് സോ ദാറ്റ് ദർ ഇസ് നോ ക്രോസ് കണ്ടാമിനേഷൻ. ഇത് ഓരോ തവണയും നമ്മൾ ഓരോ പേഷ്യൻ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. ഈ ഡ്രേപ്പ് യൂസ് ചെയ്യുന്നത് കവേർഡ് വിത്ത് എ ഫിലിം വിച്ച് ഈസ് ചേഞ്ച്ഡ് ആഫ്റ്റർ എവറി പ്രൊസീജിയർ. ഇതൊക്കെ ഹെൽത്ത് അതോറിറ്റിയുടെ റിക്വയർമെൻറ്റ് ബേസ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ പേഷ്യൻറ്റിന് ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റൊക്കെ ഇവിടുത്തെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി വന്നിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചുമരുമടിക്കുന്നതൊക്കെ ആൻറ്റി ബാക്ടീരിയൽ പെയിൻ്റ് ആണ്, അതും ഹെൽത്ത് അതോറിറ്റിയുടെ റിക്വയർമെൻ്റ് ആണ്. പിന്നെ ക്ലിനിക്കിൽ യൂസ് ചെയ്യുന്ന ഓരോ ലൈക്ക് ഫോർ എക്സാമ്പിൾ ദ ബ്ലൈൻഡ്സ്, ആ ബ്ലൈൻഡ് ഷുഡ് ബി ക്ലീനബിൾ. നമുക്ക് ക്ലോത്തിൻ്റെ അങ്ങനത്തെ തുണിയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഒരു ഓർത്തോപാൻറ്റോമോഗ്രാഫ് എന്ന് പറയുന്നതാണ്. ഡെൻറ്റൽ പാനറാമിക് എക്സ്റേ എടുക്കുന്നതാണ്. ഡെൻറ്റൽ പാനറാമിക് എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ ഫുൾ ഫേസും ഫുൾ ഡെൻറ്റിഷനും നമുക്ക് ഒറ്റ ഫിലിമിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഡിജിറ്റലാണ്. സോ നമ്മളിത് എടുത്താൽ ഉടനെ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി കമ്പ്യൂട്ടേഴ്സ്. ഓൾസോ ദി അതർ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഈസ് ഇതിൻ്റെ റേഡിയേഷൻ ഭയങ്കര കുറവാണ്. സാധാരണ ഡെന്റൽ ക്ലിനിക്കിലൊന്നും ഒരു ഡെന്റൽ പാനറാമിക് എക്സ്റേ ഒന്നും വെക്കാറില്ല. മോസ്റ്റ്ലി എല്ലാ ക്ലിനിക്കുകളിലും നമ്മൾ റേഡിയോളജിക്കൽ സെൻറ്റേഴ്സിലേക്ക് അയക്കുകയാണ്. ആൻഡ് ദെൻ അവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ഇവിടെ ഞാൻ പാനറാമിക് എക്സ്റേ വെച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൺ സ്റ്റോപ്പ് ഷോപ്പാണത്, ഒരു വൺ ഷോപ്പ് ഡെന്റൽ ക്ലിനിക്കാണ്. എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റിനും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിനും പോകേണ്ട ആവശ്യം വരുന്നില്ല.
ഫിലിപ്സിൻ്റെ സൂം മെഷീൻ എന്ന് പറയുന്നത് ബ്ലീച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ലേസർ ലൈറ്റാണ്. ആൻഡ് നമ്മൾ ജെല്ല് പല്ലിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് ആൻഡ് ഈ ജെല്ല് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ലേസർ കൊണ്ടാണ്. പേഷ്യൻറ്റും അസിസ്റ്റൻറ്റും ഡോക്ടറും ദേ ഹാവ് ടു വെയർ ദീസ് ഗ്ലാസസ് ടു പ്രൊട്ടക്ട് ഫ്രോം ദ ലേസർ ലൈറ്റ്. ക്ലിനിക്കിൻ്റെ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡേർട്ടി ഏരിയ ഉണ്ട്, ക്ലീൻ ഏരിയ ഉണ്ട്. ഡേർട്ടി ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് റിസീവ് ചെയ്യുന്ന ഏരിയ. ഡേർട്ടി ഇൻസ്ട്രുമെൻറ്റ്സ് അത് പേഷ്യൻസിന് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം വാഷ് ചെയ്യും ബയോസോണിക്കിൽ. കഴിഞ്ഞിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ മെഷീനിലിടും. ഇത് സ്റ്റീം ഓട്ടോക്ലേവ് ആണ്. അപ്പോൾ ഇറ്റ് കിൽസ് മോസ്റ്റ് ഓഫ് ദി 99.9% ഓഫ് ദി സ്പോർസ് ആസ് വെൽ ആസ് HIV വൈറസ് എല്ലാ. ഏറ്റവും വിരുലൻ്റ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ TB ആണ്. TBയുടെ ഇതാണ്, ബാക്ടീരിയയാണ്. ആ സ്പോർട്സിനെ വരെ കില്ല് ചെയ്യാനുള്ള ഫങ്ഷനിലാണ്. C ക്ലാസ് ഓട്ടോക്ലേവ് ആണ് ഈ. പക്ഷേ ഇതൊക്കെ ഹെൽത്ത് അതോറിറ്റിയുടെ റിക്വയർമെൻ്റ് ആണ്. ഇതെല്ലാ ക്ലിനിക്കിലും, അബുദാബിയിലെ എല്ലാ ക്ലിനിക്കിലും മസ്റ്റാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടിരിക്കണം. അതുപോലെ മെഡിക്കൽ വേസ്റ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് റൂം വേണം. ഇതാണ് ക്ലിനിക്കിൻ്റെ റിസപ്ഷൻ ഏരിയ. ആൻഡ് ആസ് പെർ ഹെൽത്ത് അതോറിറ്റി റിക്വയർമെൻറ്റ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഫീമെയിൽസിന് സെപ്പറേറ്റ് ആയിട്ട് വെയിറ്റിംഗ് ഏരിയ വേണം. അപ്പോൾ ഞാൻ ഫീമെയിൽ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടേബിളും വെച്ചിട്ടുണ്ട്. സോ ചെറിയ കുട്ടികൾ വരികയാണെങ്കിൽ ദേ ആർ എൻ്റർടൈൻഡ്. Bello Bus Rentals, the ultimate transport solution. The home in your dreams. The comfort you wanted. We have many options. Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson and Sons, Builders and Developers Private Limited. No one wants to leave Samson and Sons, Builders and Developers, Trivandrum. ഡെന്റൽ പ്രോബ്ലംസ് ആർ പ്രിവെൻറ്റബിൾ. അത് മിക്ക ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഡെന്റൽ കെയർ എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റീവ് ഡെന്റൽ കെയർ ആണ്, അല്ലാണ്ട് ട്രീറ്റ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെന്റൽ രോഗങ്ങൾ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഞാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഒരു വൺ സ്റ്റോപ്പ് ഡെന്റൽ ക്ലിനിക്കാണിത്. എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഡോണ്ട് ഹാവ് ടു ഗോ വേറൊരു സ്ഥലത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ ഫേസ് എക്സ്റേക്ക് വേണ്ടിയിട്ടോ വേറൊരു ക്ലിനിക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാൽ വി പ്രൊവൈഡ് ദി ടോട്ടൽ സർവീസസ്. എല്ലാതും ഈ ഡെന്റൽ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്രായം കൂടുന്തോറും നമ്മുടെ പല്ല് കോഫി, ടീ, നമ്മൾ സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ പല്ലിന് സ്റ്റെയിനിങ് വരും. ഈ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും ക്ലീനിങ് പോളിഷ് കൊണ്ട് ചിലപ്പോൾ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ ബ്ലീച്ചിങ് ഈസ് ഹെൽപ്ഫുൾ. ഈ ലോങ് ടേം നമ്മുടെ പല്ലിൽ ഈ സ്റ്റെയിൻസ് ഒക്കെ വരുന്നത് നമുക്ക് ബ്ലീച്ചിങ് കൊണ്ട് വൈറ്റൻ ചെയ്യാൻ പറ്റും പല്ലിനെ.
എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓർത്തഡോണ്ടിക്സ് ആണ്. ഓർത്തഡോണ്ടിക്സ് ഞാൻ ബേസിക്കലി അഡൾട്ട് ഓർത്തഡോണ്ടിക്സ് ചെയ്യുന്നുണ്ട്. അഡൾട്ട് ഓർത്തഡോണ്ടിക്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഇൻവിസലൈൻ എന്ന് പറഞ്ഞിട്ട്. ഇൻവിസലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്ലിയർ ബ്രേസസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേസസ് കാണുകയല്ല, അത് റിമൂവബിൾ ആണ്. പേഷ്യൻറ്റിന് എല്ലാ ദിവസവും ഇത് എടുത്ത് മാറ്റാം. ഭക്ഷണം കഴിക്കുമ്പോൾ വി ക്യാൻ റിമൂവ് ഇറ്റ് ആൻഡ് ദെൻ ബ്രഷ് ചെയ്തിട്ട് തിരിച്ചത് ഇടാം. 20 മണിക്കൂർ ദിവസം ഇടണം ഫോർ ഇറ്റ് ടു ബി എഫക്റ്റീവ്. ഇത് സ്റ്റേറ്റ്സിലാണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, അലൈനേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് അലൈനേഴ്സ് ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് തിരിച്ചയക്കുന്നത്. ഇപ്പോൾ ഇൻവിസലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയും. ആസ് യു ക്യാൻ സീ, ഇത് ബേസിക്കലി ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആണ്. പേഷ്യൻ്റ് ഇടുമ്പോൾ തീരെ ആർക്കും കാണാൻ പറ്റില്ല, ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് ക്ലീൻ ആയിട്ട് വെക്കാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആണത്. എന്ന് പറഞ്ഞാൽ ബ്രേസസ് ഉണ്ടാകുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഹാർഡ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അലൈനേഴ്സ് ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരി വെച്ചിട്ട് വി ക്യാൻ ഹാവ് എ ഫുഡ് ആൻഡ് ദെൻ പുട്ട് ഇറ്റ് ബാക്ക് ആഫ്റ്റർ ഹാവിങ് ദ ഫുഡ്. സാധാരണ ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിട്ടിരിക്കുന്നു. ഇതിൽ കളർഡ് ആയിട്ട് വരുന്നുള്ള ബ്രേസസ് ഉണ്ട്, നമുക്ക് സാധാരണ മെറ്റാലിക് ബ്രേസസ് ഉണ്ട്. ഇത് ഇപ്പോൾ കൂടുതൽ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്. എസ്പെഷ്യലി ടീനേജേഴ്സിനൊക്കെ കളർഫുൾ ബ്രേസസ് ആണ് കൂടുതൽ. ഇവിടുത്തെ ടീനേജേഴ്സിനൊക്കെ ദേ ലൈക്ക് ടു ഹാവ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൺ ദ ബ്രേസസ്. ഈ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പോൾ പല വിഭാഗങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ബ്രേസസ് ആണ്. ബ്രേസസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എ പെർഫെക്റ്റ് സ്മൈൽ ആൻഡ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ചിൽഡ്രൻ, ബട്ട് അഡൾട്ട്സ് ഓൾസോ ആർ സ്റ്റാർട്ടിങ് ടു യൂസ് ഇറ്റ് ബിക്കോസ് ഇപ്പോഴത്തെ ലോകത്തിൽ യുവർ സ്മൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ എനി ജോബ് ഇൻ്റർവ്യൂവിലായാലും നമ്മൾ എങ്ങോട്ട് പുറത്ത് പോകുമ്പോഴും ദ ഫസ്റ്റ് തിങ് ദാറ്റ് എ പേഴ്സൺ നോട്ടീസസ് ഇസ് യുവർ സ്മൈൽ. സോ ഈവൻ അഡൾട്ട്സ് നൗ ദേ വോണ്ട് ടു ഹാവ് എ പെർഫെക്റ്റ് സ്മൈൽ. അതിന് ബ്രേസസ് ഇസ് വെരി ഹെൽപ്ഫുൾ. അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർക്ക് ദേ വാണ്ട് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. അതിന് നമുക്ക് ലാമിനേറ്റ്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ലാമിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ നെയിൽസ് പോലെ നമ്മൾ പല്ലിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് പെർമനൻ്റ്ലി. അത് ചിപ്ഡായ നമുക്കത് റിപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ യുവർ സ്മൈൽ ക്യാൻ ചേഞ്ച് യുവർ വേൾഡ്. നമ്മുടെ സ്മൈല് നമ്മുടെ ലോകത്തിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഇതിൽ നോക്കിയാലും, എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ജോബിലാണല്ലോ, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഐ മീൻ നോയിങ്ലി ഓർ അൺനോയിങ്ലി. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ദ ഫസ്റ്റ് തിങ് എ പേഴ്സൺ ലുക്സ് അറ്റ് ഈസ് അറ്റ് യുവർ പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയിൽ ആദ്യം എന്താ നോക്കുന്നത്, നമ്മുടെ സ്മൈൽ. സോ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരാളെ നമ്മുടെ സ്മൈലാണ്. ആൻഡ് എ സ്മൈൽ ക്യാൻ ചേഞ്ച് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു സ്മൈൽ ചെയ്ത് നല്ലൊരു സ്മൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് തന്നെ നമ്മൾ മോശമായിട്ട് ആൻസർ ചെയ്താലും ഇറ്റ് ക്യാൻ മേക്ക് എ ഡിഫറൻസ്. അതൊരു കോൺഫിഡൻസും ആണ്. നമ്മൾ കൂടുതൽ സ്മൈൽ ചെയ്യുന്ന നമ്മുടെ ഉള്ളിലത്തെ ഒരു കോൺഫിഡൻസിനാണ് നമ്മൾ പുറത്തു കൊണ്ടിരുന്നത്. അതാണ് സ്മൈൽ റൈറ്റിന് പേരിടാൻ കാരണം വന്നത്. നമ്മൾ ഈ ക്ലിനിക്കിൽ വന്നാൽ നമ്മൾ ആൾക്കാരെ കറക്റ്റ് സ്മൈലായിട്ട് പുറത്തേക്ക് വിടുന്നുണ്ട്. പിന്നെ അതുപോലെ ഡെൻറ്റൽ ക്ലിനിക് എന്നല്ല വെച്ചിരിക്കണേ, ഞാൻ ഡെൻറ്റൽ കെയർ എന്നാണ് വെച്ചത്. അതെന്ന് പറഞ്ഞാൽ മോർ എംഫസിസ് ഓൺ ഡെൻറ്റൽ കെയർ ദെൻ ഡെൻറ്റൽ ക്ലിനിക്. ഇവിടെ ട്രീറ്റ്മെൻറ്റിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മോർ ഓഫ് നമ്മൾ ഡെൻറ്റൽ കെയറിനാണ് നമ്മൾ കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത്. എൻ്റെ ക്ലിനിക്കിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് സ്മൈൽസ് ഫോർ ലൈഫാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മൈൽസ് ജീവിതകാലം മുഴുവൻ വേണ്ടിയിട്ടുള്ളൊരു സ്മൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മോട്ടോ. അല്ലാണ്ട് ഒൺലി നോട്ട് ഫോർ ടെമ്പററി. ഇപ്പോൾ വന്നിട്ട് പല്ലുവേന വന്ന് ട്രീറ്റ് ചെയ്ത് പോവുക, ഓക്കെ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു ഇതല്ല നമ്മൾ ആ പല്ലുവേന വന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പല്ലുവേന വന്ന് അത് എഡ്യൂക്കേറ്റ് ചെയ്ത് പേഷ്യൻറ്റ് മനസ്സിലാക്കിയിട്ട് ഇനി അടുത്ത ഒരു ദന്തരോഗം വരാണ്ടിരിക്കാനുള്ള നോക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബ്രഷിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. 2 നേരം ബ്രഷ് ചെയ്യുക മിനിമം. രാവിലെ എണിച്ചിട്ടും വൈകിട്ട് ബിഫോർ യു ഗോ ടു ബെഡ്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഷുഡ് റിമെയിൻ ഓൺ ദ ടീത്ത് ഫോർ എ ലോങ് ടൈം. അതാണ് അവിടെയാണ് നമുക്ക് കേരീസും കേരീസ് എന്ന് പറഞ്ഞാൽ DK വരുന്നത്. അതുകൊണ്ടാണ് വരുന്നത്.
ഷുഗറി കോണ്ടൻറ്റ് നമ്മൾ ഷുഗറുള്ള ഫുഡ് നമ്മൾ കഴിച്ചാൽ ഉടനെ അറ്റ്ലീസ്റ്റ് ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. പിന്നെ ചോക്ലേറ്റ്സ് ഞാൻ കുട്ടികൾക്ക് ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ കിഡ്സ് ടു അവോയ്ഡ് ചോക്ലേറ്റ്സ്. പക്ഷേ നമ്മൾ ചോക്ലേറ്റ് കഴിച്ചാൽ ഉടനെ ഒരു ലെറ്റ് ദം ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് പോസിബിൾ ബ്രഷ് ചെയ്യുക. സോ നമ്മൾ ആ ചോക്ലേറ്റിലെ ഷുഗർ നമ്മൾ പല്ലുമേ കൂടുതൽ നേരം ഇരിക്കാനുള്ള ആ ഒരു ഇത് കൊടുക്കരുത്, ഇട കൊടുക്കരുത്. മോണരോഗങ്ങൾ വരുന്നതും കൂടുതൽ പല്ല് ബ്രഷ് ശരിക്കും ചെയ്യാത്തതുകൊണ്ടാണ്. ബ്രഷ് ചെയ്യുന്ന ടെക്നിക്കും അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രഷിംഗ് ടെക്നിക്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ കൂടുതൽ പേരും വെർട്ടിക്കലായി നമ്മൾ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനെക്കാട്ടിയും ദി എഫിഷ്യൻറ്റ് വേസ് ടു ബ്രഷ് ഇൻ എ സർക്കുലർ മൂവ്മെൻറ്റ്. നമ്മൾ ഫ്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 99% നമ്മുടെ ഡെൻറ്റൽ പ്രോബ്ലംസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടമാനം ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്, പക്ഷേ അത് ഇറ്റ് ക്യാൻ ഹാം. നമ്മളിപ്പോൾ ഓറഞ്ച് ജ്യൂസ് കഴിഞ്ഞിട്ട് ഉടനെ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസിലെ സിട്രിക് ആസിഡ് നമ്മൾ പല്ലിലേക്ക് കൂടുതൽ പ്രസ് ചെയ്യുക. സോ ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും ആസിഡിക് ഫുഡ് കഴിച്ചാൽ ഉടനെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ടു വാഷ് അവേ ദി ആസിഡ്, എന്നിട്ട് പിന്നെ ബ്രഷ് ചെയ്യുക. എൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 99% ഡെൻറ്റൽ രോഗങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും വിചാരിക്കും നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എല്ലാ 6 മാസം എന്തിനാണ് പോകുന്നത്, നമ്മൾ എന്തിനാണ് കാശ് ചിലവാകണം. പക്ഷേ ആ 6 മാസം പോയിട്ട് എല്ലാ 6 മാസം പോയിട്ട് ക്ലീനിങ്ങും ചെക്കപ്പും നടത്തിയാൽ നമുക്ക് കൂടുതൽ ചിലവാക്കേണ്ട ഒരു ഇതിലേക്ക് വരുന്നില്ല. നമ്മൾ ഇപ്പോൾ പല്ല് ഓട്ട വന്നിട്ട് അടയ്ക്കാൻ അതിനൊക്കെ കൂടുതൽ എക്സ്പെൻസീവാണ്. അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം, പല്ല് ഓട്ട കൂടുതലായിട്ടുണ്ട് നമുക്കറിയില്ല, അപ്പോൾ റൂട്ട് കനാൽ ചെയ്യും, റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ചെയ്യണം, അതൊക്കെ എക്സ്പെൻസീവ് പ്രൊസീജിയേഴ്സാണ്. അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് പ്രിവെൻഷൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രിവെൻഷൻ ആണ്, നമ്മുടെ മെഡിക്കൽ ഇതിലും പറഞ്ഞത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.